ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മിക്ക വീടുകളിലും മീനൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഉച്ചയൂണിന് ടെൻഷൻ അടിക്കാതെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഒരു ക്യാരറ്റ്, കുറച്ച് മത്തങ്ങ, അതേപോലെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് പടവലങ്ങ, കുറച്ച് ചേന കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 5-6 ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇത് നമുക്ക് വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും മസാലയും ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉള്ള പുളിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റുകയാണ്. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെജിറ്റബിൾസൊക്കെ കയ്യിലുള്ളത് മാത്രം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കറിക്ക് വെണ്ടയ്ക്ക അത്ര അങ്ങോട്ട് ടേസ്റ്റി ആയിട്ടുണ്ടാവില്ല. അതുപോലെ പുളി ചേർക്കുമ്പോഴും അല്പം കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാലകളൊക്കെ ഈ വെജിറ്റബിൾസിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് അല്പം കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ഒരു വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയും മുളകുമൊക്കെ ചെറുതായി ഒന്ന് ബ്രൗൺ കളറിലാവുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിത് തിളച്ചു കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയത്തോളം നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, വളരെ രുചികരമായിട്ടുള്ള ഈ വെജിറ്റബിൾ കറി ചോറിനൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.